Hello, good afternoon. Good afternoon. ഓണാക്കി വെച്ചിട്ട് എല്ലാവരും പോയോ? ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ ആയിരിക്കും ഇവിടെ. Good afternoon, ma'am. Yes, good afternoon. വിചാരിച്ച എല്ലാവരും പോയിന്ന്. ഓണാക്കി വെച്ചിട്ട് കാണാത്തത് കൊണ്ട് പോയിന്ന്. ഞാൻ കാണാത്തത് കൊണ്ട് ഇവിടെ വീഡിയോ ഓണാക്കാഞ്ഞത്. വളരെ കുറച്ച് കുട്ടികളുണ്ട്. 3 പേരുള്ളൂ, 3 പേര്. ഒരാള് സ്മാർട്ട്സിലെ ടെക്നിക്കൽ ടീമാണ്. രചിത, അനു, വക്കീസ്. ശരിക്കും പേരെന്താ? എന്റെ പേര് ആശാലക്ഷ്മി. മഹേശ്വർ എന്നുള്ളത് മോന്റെ പേരാണ്. അതെ, മോന്റെ പേര് മഹേശ്വർ. മഹേശ്വർ ആണ് ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞത്. ഗുഡ് ആഫ്റ്റർനൂൺ മഹേശ്വർ. അവരിന്ന് എക്സാമിന്റെ ലീവ് ആയോണ്ട്, സ്റ്റഡി ലീവ് ആയോണ്ട് പോയിട്ടില്ല. ഇവിടെ അതെ, എന്റെ അനിയത്തിയുണ്ട് ഇതേ ക്ലാസ്സില്. ആണോ? ഇതേ ക്ലാസ്സിൽ തന്നെ. നിഷാലക്ഷ്മി. ആരാണ്? നിഷാലക്ഷ്മി. ഓക്കെ. നിഷാലക്ഷ്മി. ഞാൻ പേര് വിളിച്ചതാ നിഷയുടെ. പിന്നെ അതെ. സമയൊക്കെ ആയതുകൊണ്ടും ഇപ്പഴാണെങ്കിൽ കുറച്ച് ചൂട് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആകുന്നത് പോലെ തോന്നും. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേരൊക്കെ ഒന്ന് വിളിക്കണേ. അല്ലല്ല, ടീച്ചറിന്റെ ക്ലാസ് നല്ല ക്ലാസ്സാണ്. എന്റെ അനിയത്തി എപ്പോഴും പറയും നല്ല ക്ലാസ്സാണ്. ആണോ? താങ്ക് യു നിഷ. നിഷ ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ നേരിട്ട് കാണാം. എന്താ പറയാ, കൊച്ചിനൊക്കെ ആയിട്ട് പോരാ. നമുക്കിവിടെ കോൺവെക്കേഷൻ വരുമ്പോ എല്ലാവരെയും നേരിട്ട് കാണാം. സഹോദരിമാരെ ഒരുമിച്ച് കാണാം. അടുത്തടുത്താണോ? അല്ലല്ല, ഒരു 30-35 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് വരും. അനിയത്തി കൊട്ടാരക്കര അടുപ്പിച്ചാണ്. ഞാൻ ഇങ്ങ് തിരുവനന്തപുരം ബോർഡർ വരും, നിലമ്പേലെന്ന് പറയും. ആണോ? അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ഉണ്ട്. യെസ്. ഓക്കെ ടീച്ചർ. ഓക്കെ. 2 പേരും കൂടി പിന്നെ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ക്ലാസ് തുടങ്ങാം അല്ലേ? സൗണ്ട് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മള് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ അതാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആണോ? ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ, അതിലെ 3 പ്ലാൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഓർഗനൈസേഷണൽ പ്ലാൻ, ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ പ്ലാൻസ്, അതിനെ കുറിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലോ ഒരു ഓർഗനൈസേഷന്റെ ഏതൊക്കെ ഫീൽഡില്, ഏതൊക്കെ പൊസിഷൻസിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്തൊക്കെ സ്കിൽസ് വേണം, ആ സ്പെസിഫിക് സ്കിൽസ് നമുക്ക് എന്താ പറയാ ഫില്ല് ചെയ്യാനായിട്ട് ഏത് ടൈപ്പ് ഓഫ് പേഴ്സണൽസ്, ജോലിക്കാരെ വേണം എന്നുള്ള കാര്യങ്ങളും, അവർക്ക് കൊടുക്കേണ്ട ജോബിന്റെ ഗോൾസ് എന്തൊക്കെയാണ്, ഓരോ ജോലി ഏതൊക്കെ ജോലികൾ കൊടുക്കണം, അതിന്റെ സ്പെസിഫിക്കേഷൻസ്, പിന്നെ എന്താ പറയാ അവർക്ക് വേണ്ടി വരുന്ന സാലറി, അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ബെനിഫിറ്റ്സും മറ്റ് സാലറീസും ഒക്കെ ഓരോ പൊസിഷൻസിന് കൊടുക്കേണ്ടി വരുന്നത്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ പ്ലാൻ നമ്മൾ പറഞ്ഞു.
പിന്നെ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് മുമ്പല്ലേ, റിക്രൂട്ട്മെന്റ് വെറുതെ അങ്ങോട്ട് വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിനെ കുറിച്ച് നേരത്തെ കുറിച്ച് ഒരു പ്ലാൻ വേണം. ആ പ്ലാനിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെദർ ടു റിക്രൂട്ട് ഫ്രം ഇന്റേണൽ സോഴ്സ് ഓർ എക്സ്റ്റേണൽ സോഴ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്റേണൽ സോഴ്സിൽ നിന്ന് തന്നെയാണോ റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത്, അല്ലെങ്കിൽ പുറത്തുനിന്നാണോ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണോ, റിക്രൂട്ട്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെ എപ്പോ തുടങ്ങണം, അല്ലെ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ തുടങ്ങുന്നത് എന്നുള്ള കാര്യം. പിന്നെ ഓരോ കാറ്റഗറിയിലും എത്ര നമ്പർ ഓഫ് പേഴ്സണൽസിനെ വേണം, ഇതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്ലാനിങ് ആണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങില്. ഇനി മാത്രമല്ല കാൻഡിഡേറ്റ്സ് ജോയിൻ ചെയ്യുന്നുണ്ടോ ജോയിൻ ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യങ്ങളും അതൊക്കെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ ഇതിനകത്താണ് ഉൾപ്പെടുത്തുക. പിന്നെ ഡെവലപ്മെന്റ് പ്ലാൻ ആണ്. ആഫ്റ്റർ നമുക്കറിയാം റിക്രൂട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം റിക്രൂട്ട്മെന്റിന്റെ പ്ലാനിങ് തയ്യാറാക്കിയതിനു ശേഷം നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള there are many objectives of an organization. ഒരു ബിസിനസ് ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഒരുപാട് ഗോൾസ് ഉണ്ട്. അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർഗനൈസേഷന് നടത്താം, അതൊക്കെ ഒരു ഡെവലപ്മെന്റ് പ്ലാനിൽ ഉൾപ്പെടുന്നത്. മനസ്സിലായോ? അതിന് ആർക്കൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് നൽകേണ്ടത്. ഈവൻ സൂപ്പർവൈസേഴ്സ് ഓർ മാനേജേഴ്സ് ഹാവ് ടു ബി ഗിവൺ കോച്ചിങ്, അല്ലെ? അവർക്കും അവരുടേതായ രീതിയിൽ പ്രത്യേകം ട്രെയിനിങ് ഒക്കെ കൊടുക്കണം. അവരിലൂടെയാണ് എംപ്ലോയീസിന്റെ പെർഫോമൻസിന്റെ ആ ഒരു എന്താ പറയാ കൃത്യത, അക്യുറസി, എഫിഷ്യൻസി, ഇഫക്റ്റീവ്നെസ് ക്യാൻ ബി ബ്രോട്ട് ഔട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ എത്രത്തോളം മാനേജ്മെന്റ് പക്കയാണോ, എത്രത്തോളം സൂപ്പർവൈസേഴ്സ് പക്കയാണോ, അവർക്ക് പ്രത്യേകം സ്പെഷ്യൽ ട്രെയിനിങ്ങും കോച്ചിങ്ങും കിട്ടാതെ ആരെങ്കിലും അവർ ജോലി ചെയ്യുന്നുണ്ടോ, അവരുടെ ജോലി എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാൻ, സൂപ്പർവൈസ് ചെയ്യാൻ അല്ല ഇങ്ങനെ കുറെ ആൾക്കാരെ നിയമിച്ചത് കൊണ്ട് കാര്യമില്ല. അവരും എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്, അതിന് പ്രത്യേകം ട്രെയിനിങ് കിട്ടിയവരാണോ ഈ സൂപ്പർവൈസിംഗിന് വന്നിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കൺഫേം ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റ് പ്ലാനിൽ വരിക. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. 3 പോയിന്റ്സ് ആണ്, 3 പ്ലാനുകൾ കേട്ടോ. മുഴുവനും നിങ്ങൾ കാണാൻ പഠിക്കട്ടെ. ജസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ പ്ലാൻസ്. ഈ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ പ്ലാനുകളിൽ വരുന്ന ഈ ഓരോന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് നമ്മൾ ഓർഗനൈസേഷൻ പ്ലാൻ പറഞ്ഞു, അടുത്തതേത് രണ്ടാമത്തേത് റിക്രൂട്ട്മെന്റ് പ്ലാൻ പറഞ്ഞു, അടുത്ത ഡെവലപ്മെന്റ് പ്ലാൻ പറഞ്ഞു. അടുത്തത് 4ാമത്തെ റീടെൻഷൻ പ്ലാൻ ആണ്. എന്താ റീടെൻഷൻ? റീടെൻഷൻ മീൻസ് ടു റീറ്റെയിൻ ദ എംപ്ലോയീസ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ. നമുക്ക് ഉള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള, വളരെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, വർക്കേഴ്സ്, എംപ്ലോയീസ്, സ്റ്റാഫ്, ഹൂവർ മേ ബി, എല്ലാവരെയും റീറ്റെയിൻ ചെയ്യണം. റീറ്റെയിൻ ചെയ്യണമെങ്കിൽ അപ്പൊ എന്ത് കൊടുക്കണം? അപ്പൊ ആ റീറ്റെയിനിങ്ങിന് വേണ്ട പ്ലാൻ തയ്യാറാണ്. ഇവരെ നമുക്ക് എങ്ങനെ ഇവിടെ നിലനിർത്താൻ പറ്റും? ഇനി ഇവരെങ്ങാനും ഓടിപ്പോയാലോ, ഇവിടുത്തെ ജോലി വേണ്ടാന്ന് വെച്ച് വേറെ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്താലോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ചാൻസസ്, ഓപ്പർച്യൂണിറ്റീസ്, ഡെവലപ്മെന്റ് സാധ്യതകളൊക്കെ മറ്റു ഓർഗനൈസേഷനിലാണെന്ന് വിചാരിച്ച് ഇവിടെ ഉള്ളവരൊക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് പോയാലോ, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നതിന് മുമ്പ് അത് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ അവരെ നമുക്ക് ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പ്ലാൻ ചെയ്യാൻ. റീടെൻഷൻ പ്ലാനില് ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ഡിസൈൻ or align some awards or recognition system. അതായത് ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി അവർ ചെയ്യുന്ന പെർഫോമൻസിന് അതൊക്കെ തന്നെയാണ് ഒരു എംപ്ലോയിയുടെ. ഇപ്പൊ ചില എംപ്ലോയീസ് മനസ്സിൽ വിചാരിക്കും എത്രത്തോളം നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഹാർഡ് വർക്ക് ചെയ്ത്, പക്ഷെ നന്ദി മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ്, അല്ലെ? ചിലർ ചോദിക്കുമല്ലേ നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് ചോദിക്കും. ചില എന്താ പറയാ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടുത്തെ എംപ്ലോയീസ് അവരുടെ പെർഫോമൻസ് വാല്യുബിൾ ആണ്. ഓരോ എംപ്ലോയീസും വാല്യുബിൾ ആണ്, വാല്യുബിൾ അസറ്റ്സ് ആണ്, അല്ലെ? ക്യാപിറ്റൽ അസറ്റ് ആണ് നമുക്ക് പറയാം ഇതിന്. എന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് നമ്മൾ ഓരോ ജോലികള് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട കറന്റ് അതുപോലെ തന്നെ ഫ്യൂച്ചർ ആയിട്ടുള്ള നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് തരാൻ പറ്റിയ നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എല്ലാ ഓർഗനൈസേഷനും ഇഷ്ടമാണ്, അവർ ചേർത്ത് നിർത്തണം. അങ്ങനെ ചേർത്ത് നിൽക്കുമ്പോൾ അങ്ങനെ അവർ നിൽക്കണമെങ്കിൽ they have to be given rewards and recognition. അതിനുള്ള അംഗീകാരവും പ്രതിഫലവും അവർക്ക് കൊടുക്കണം. ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കൊടുക്കണം. ഇപ്പൊ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് അവർ ചെയ്യുന്ന ജോലിയിലും ആളുടെ പെർഫോമൻസ് കൊണ്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും നേട്ടം, ഒരു ബെനിഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ടായി. സോ they have to be appreciated, they have to be recognized and given rewards. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കി കണ്ടെത്തി അവർക്ക് ഒരുപാടുകൾ തരത്തിലുള്ള പ്രതിഫലങ്ങൾ കൊടുക്കണം. അപ്പോഴാണ് നാളെ വീണ്ടും അവർക്ക് അതൊരു പ്രചോദനം, ഒരു സെൽഫ് ഇൻസ്പിറേഷൻ ആണ്, അല്ലെ? നമുക്ക് അങ്ങനെയുള്ള അംഗീകാരങ്ങൾ കിട്ടുമ്പോഴാണ്, അംഗീകരിക്കപ്പെടണം.
സ്കൂളിൽ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആകുന്ന കുട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്നത്, അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പണ്ടൊക്കെ അസംബ്ലിയിലൊക്കെ പിടിച്ചു നിർത്തി ഒക്കെ ഉണ്ടോന്നറിയില്ല, ചില സ്കൂളുകളിൽ മാത്രമേ കാണുന്നുള്ളൂ അങ്ങനെ ഒരു നടപടി. ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ആകുന്നത്. ഇപ്പൊ ആ സിസ്റ്റം മാറിയല്ലോ, റാങ്കിങ് സിസ്റ്റം ഒക്കെ മാറി. ഇപ്പൊ എന്താ പറയാ, ഗ്രേഡിംഗ് സിസ്റ്റം ഒക്കെ ആയിട്ട് ഇപ്പൊ അത് വലിയ പ്രാധാന്യം ഇല്ലാണ്ടായി മാറി. പണ്ടൊക്കെ എങ്ങനെയായിരുന്നില്ല, ഫസ്റ്റ് റാങ്ക് ക്ലാസ്സിൽ സ്റ്റുഡന്റ് ഹു ഗെറ്റ്സ് ദ ടോപ്പ് മോസ്റ്റ് മാർക്ക്, ഏറ്റവും നന്നായി മാർക്ക് കിട്ടുന്ന കുട്ടീനെ കൊണ്ടുവന്ന് അസംബ്ലിയിൽ വിളിച്ചിട്ട് നിർത്തിയിട്ട് ഓരോ ക്ലാസ് വൈസ് ഓരോ എക്സാംസ് കഴിയുമ്പോൾ LKG മുതൽ 10th വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളിൽ ഫസ്റ്റും സെക്കൻഡ് പൊസിഷൻസ് കരസ്ഥമാക്കുന്നവരെ കൊണ്ടുവന്ന് ഒന്നില്ലെങ്കിൽ ചില സ്കൂളുകാരിങ്ങനെ ബാഡ്ജ് പോലെ കുത്തി കൊടുക്കും, അല്ലെങ്കിൽ ഒരു മെഡൽ പോലെ ഇട്ട് കൊടുക്കും. സോ അത് ഫസ്റ്റ് സെക്കൻഡ് പൊസിഷൻ അങ്ങനെയൊക്കെ കൊടുത്തിരുന്നു. അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. കാരണം മറ്റുള്ളവരിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറി എന്തോ ഉണ്ടാക്കി എടുത്തിട്ടാണ് ആ കുട്ടികൾക്ക് ആ ഒരു അംഗീകാരം കിട്ടുന്നത്. തീർച്ചയായിട്ടും അംഗീകരിക്കണം. അതുപോലെ തന്നെയാ ഏത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് അംഗീകാരം കിട്ടുമ്പോൾ അതിന് കുറച്ചുകൂടി എന്തായാലും ഒരു ബലമാണ്. മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള എംപ്ലോയീസിനെ റിട്ടൈൻ ചെയ്യണമെങ്കിൽ they have to be given recognition and reward for their individual performance. തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് അങ്ങനെയുള്ള അംഗീകാരം നൽകണം. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഹൗ ടു ബി റിവാർഡ്, അത് നമുക്ക് എന്ത് റിവാർഡ് കൊടുക്കാൻ പറ്റും, എങ്ങനെ അവരെ റെക്കഗ്നൈസ് ചെയ്ത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കി അവർക്ക് എന്ത് അംഗീകാരം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതൊക്കെ നേരത്തെ കൂടി പ്ലാൻ ചെയ്യണം. അല്ലാണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കാൻ പോകുകയല്ല ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് അലയൻസ് റിവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ സിസ്റ്റം ഫോർ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, അത്രേ ഉള്ളൂ. പിന്നെ സർവേസ് എംപ്ലോയീസിനെ ഓരോ ഇടയ്ക്കിടയ്ക്കിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, whether they are doing the work with a satisfied mind. ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ അത് തൃപ്തിയോടെയാണോ ചെയ്യുന്നതെന്ന് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് അവരുടെ കൂടെ ഒക്കെ നടന്നോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് അവരെ വാച്ച് ചെയ്തോ അങ്ങനെയൊക്കെ. പിന്നെ മാത്രമല്ല ചേഞ്ചസ് ഇൻ ദയർ ആറ്റിറ്റ്യൂഡ്, അവർക്ക് എന്തെങ്കിലും അവരുടെ മനോഭാവങ്ങൾ എന്തെങ്കിലും വ്യത്യാസം ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും വേറെ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് അത് എന്താണെന്ന് കണ്ടെത്തുക. അത് സർവേയിലൂടെയാണ് കണ്ടെത്തുക. എംപ്ലോയീസിനെ സർവേ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഇവരുടെ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എംപ്ലോയീസിനുണ്ടോ, എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിപ്പോ ജോലി ചെയ്യുന്നു, വളരെ എന്താ പറയാ എന്തെങ്കിലും ഒരു പ്രത്യേക മാനസിക അവസ്ഥയിൽ വന്നിരുന്ന് ജോലി ചെയ്താൽ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ മൈ പെർഫോമൻസ്. അത് തീർച്ചയായിട്ടും എന്റെ പെർഫോമൻസിൽ റിഫ്ലക്ട് ചെയ്യും അല്ലെ. ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസും മെന്റൽ കണ്ടീഷൻസും ബോത്ത് ആർ ഇമ്പോർട്ടന്റ് വെൻ വി ആർ അറ്റ് വർക്ക്. നമ്മളൊരു ജോലിയിലായിരിക്കുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷനും മെന്റൽ കണ്ടീഷനും ഓക്കെ ആയിരുന്നു. രണ്ടും ഒരുപോലെ വന്നാൽ മാത്രമാണ്, രണ്ടും പെർഫെക്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ജോലി കൃത്യതയോടെ ചെയ്യാൻ പറ്റുള്ളൂ, അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഒരു ടയേർഡ്നെസ്, ഒരു ബോർഡം ഒന്നുമില്ലാതെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം അത് അങ്ങോട്ട് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. ഒരു ടീച്ചിങ് ആണെങ്കിൽ അങ്ങനെ, മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ. ഇഫ് എനി ഓഫ് ദീസ് കണ്ടീഷൻസ്, ഫിസിക്കൽ കണ്ടീഷനോ മെന്റൽ കണ്ടീഷനോ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓക്കെ അല്ല എങ്കിൽ അത് നമ്മളുടെ ജോലിയിൽ റിഫ്ലക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അവരുടെ പെർഫോമൻസിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സാറ്റിസ്ഫൈഡ് മൈൻഡോടുകൂടി വളരെ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ പെർഫെക്ഷൻ ഉണ്ടാകും. മനസ്സിലായോ? അതിനുവേണ്ടി നമുക്കൊന്ന് എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് സർവേ ചെയ്യുക. മനസ്സിലായോ? ആൻഡ് ഓൾസോ ഡിറ്റർമിൻ വെദർ ദർ ഈസ് ചേഞ്ച് ഇൻ ദയർ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സിൽ ഒക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുക. അത് റെഗുലർ ആയിട്ടുള്ള ഈ പറയുന്ന സർവേയിലൂടെ മാത്രമേ കണ്ടെത്താൻ പറ്റൂ. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? യെസ്. അടുത്തത് എൻഷുവേഴ്സ് ആക്ഷൻ ഓൺ സർവേ റിസൾട്ട്സ്. അപ്പൊ ഇനി സർവേസ് ഒക്കെ കണ്ടക്ട് ചെയ്തു, എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ സർവേ ചെയ്യുന്നു. ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലും അവരോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേരിട്ട് ചെന്ന് പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കുന്നു. അതിൽ നിന്നുള്ള റിസൾട്ട് ഒക്കെ നമ്മൾ നോക്കി. ഓക്കെ, ഇന്ന് ഈ സർവേയുടെ റിസൾട്ട് അതിനനുസരിച്ച് they have to make some actions, make sure that the action is എന്താ പറയാ activated. നമ്മൾ ഈ സർവേ കണ്ടക്ട് ചെയ്തു വെറുതെ ഒരു എന്താ പറയാ പ്രഹസനം പോലെ, അല്ലെങ്കിൽ ഇതൊരു രീതിക്ക് വേണ്ടി മാത്രമേ ചെയ്യുന്നു മാത്രം, ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, ഇതിനൊക്കെ വലിയ കാര്യമൊന്നുമില്ല എന്ന മട്ടിലാകരുത്. ആ സർവീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ എവിടേക്കാണ് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അതൊക്കെ ആക്റ്റീവ് ആക്കി എന്നുള്ളത് ഉറപ്പുവരുത്തുക. മനസ്സിലായി? അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്തു. ഇന്ന കാര്യങ്ങളിൽ ചില പോരായ്മകൾ ഉണ്ട് ആ സർവേയിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത. സോ വി ഹാവ് ടു ക്ലിയർ ദാറ്റ്. അത് ക്ലിയർ ചെയ്യുന്നു.
അങ്ങനെയുള്ള ആക്ഷൻസ് എന്താണോ സർവേ റിസൾട്ട്സിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അതനുസരിച്ച് നമ്മളെ ആക്ട് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതും മറ്റൊരു റിട്ടൻഷൻ പ്ലാൻ ആണ്. അല്ലെങ്കിൽ എന്ത് വയ്ക്കും, സർവേ കണ്ടക്ട് ചെയ്ത് പോയി പിന്നീട് അതിനെ കുറിച്ച് യാതൊരു നീക്കുപോക്കുമില്ല, അവര് അവരുടേതായ രീതിയിൽ പോയി. വർക്കേഴ്സ് വീണ്ടും പഴയത പോലെ തന്നെ അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എംപ്ലോയീസിന് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് അവർ സർവേയിൽ അവരവിടെ മറ്റുള്ളവരോട് ഷെയർ ചെയ്തേരെ, സൂപ്പർവൈസേഴ്സിനോടോ അല്ലെങ്കിൽ മാനേജ്മെന്റിനോടോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവര് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇഫ് നോ ആക്ഷൻ ഈസ് ടേക്കൺ, അതിനനുസരിച്ച് ഒരു ആക്ഷനും എടുത്തില്ല എങ്കിൽ എംപ്ലോയീസിന്റെ മനസ്സിൽ എന്തുണ്ടാവും? സർവേ ഒക്കെ എടുത്തു പോയി, പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു നീക്ക് പോകൂല. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. എത്ര നാളായി അത് സർവേ എടുത്ത് പോയിട്ട്? 1 മാസമായി, 2 മാസമായി, 1 വർഷമായി. നോ ചേഞ്ച്, ഒരു മാറ്റവും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു റിയാക്ഷൻ അവർ എടുത്തിട്ടില്ല. കണ്ടോ? അപ്പൊ തന്നെ എംപ്ലോയീസിന്റെ മനസ്സ് ചാവും. എന്ന് വെച്ചാൽ അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആകില്ല. അവർക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കുറുകുറുപ്പും അല്ലെ, അവര് മാനേജ്മെന്റിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യത്തില് നമുക്കൊരു സൊല്യൂഷൻ ഇല്ല, അങ്ങനെയൊക്കെയുള്ള മൈൻഡിലേക്ക് പോകും. മനസ്സിലായോ? സാറ്റിസ്ഫൈഡ് ആകില്ല എംപ്ലോയീസിന്റെ ആ ഒരു മാനേജ്മെന്റിനോടുള്ള ആ ഒരു എന്താ പറയാ അടുപ്പം, പിന്നെ മാത്രമല്ല അവരോടുള്ള ആ ഒരു എന്താ പറയാ റെസ്പെക്റ്റോ അല്ലെങ്കിൽ എന്തൊക്കെയോ കുറെ വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുറയും, ഇല്ലാണ്ടാകും. കാരണം എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന മാനേജ്മെന്റ് ആണ് എംപ്ലോയീസിന് ഇഷ്ടം ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ എംപ്ലോയീസ് ഭയങ്കര താഴെയും എംപ്ലോയേഴ്സ് വളരെ പൊക്കത്തിലും ഒരു വലിയ ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു. കാരണം അവര് എപ്പോഴും എംപ്ലോയേഴ്സ് ആണ്, ആ ഒരു മൈൻഡിലാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും ഒരുമിച്ച് നിർത്താൻ മാനേജ്മെന്റും എംപ്ലോയീസും നമ്മൾ യാതൊരു വ്യത്യാസമില്ലാത്ത രീതിയിൽ ഒരുമിച്ച് നിർത്തി പല നമ്മുടെ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ട പല കാര്യങ്ങളും ഇവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മളുടെ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന്, കാരണം ന്യൂ ഫ്രഷേഴ്സ് ആയിട്ടുള്ള വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നല്ല സ്കിൽഡ് നല്ല നോളജ് ഒക്കെ ഉള്ള ഒത്തിരി എന്താ പറയാ നമ്മൾ പറയുമ്പോ വളരെ യങ് ബ്ലഡുകളൊക്കെ ഉള്ള സമയത്ത് അവർക്ക് ഡിഫറെന്റ് ഐഡിയാസ്, അവരുടേതായ ഐഡിയാസ് ഉണ്ട്. അപ്പൊ ഈ ബിസിനസ്സിനകത്തേക്ക് നമുക്ക് അതൊക്കെ മിക്സ് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റബിളും ബെനിഫിറ്റബിളും ആക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാകും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ ആശയങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കൂടെ ചേർത്ത് നിർത്തണം അല്ലെ. അപ്പൊ അവരുടെ ആശയങ്ങൾ കിട്ടും. അതല്ലാതെ വലിയ ആൾക്കാർ ഞങ്ങള് എംപ്ലോയർമാരാണോ, നിങ്ങൾക്ക് ജോലി ചെയ്യുന്നവർ നമ്മളാണ് എന്ന മൈൻഡിൽ വരുമ്പോ എന്ത് വെച്ചും അത് നോട്ട് വർക്ക് ഗുഡ്. അത് വലിയ കാര്യമായിട്ട് പ്രവർത്തിക്കാനൊന്നും പോകുന്നില്ല. അത് പണ്ടത്തെ സിസ്റ്റമാണ്, ഞാൻ മുതലാളി നീ തൊഴിലാളി എന്നുള്ള രീതിയൊക്കെ അല്ലെ. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസിലും എംപ്ലോയീസ് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്, ഒരു നല്ല ബൈൻഡിങ് ഉണ്ട് അല്ലെ, നല്ലൊരു കെട്ടുറപ്പ്. അത് എന്തുകൊണ്ടാ? എംപ്ലോയീസ് എന്തെങ്കിലുമൊക്കെ അവരുടേതായ കാര്യങ്ങൾ മാനേജ്മെന്റിനെ അറിയിക്കുമ്പോൾ മാനേജ്മെന്റ് വിൽ ടേക്ക് റൈറ്റ് ആക്ഷൻസ്. അതിനനുസരിച്ച് പെട്ടെന്ന് അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ആ നടപടികൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ മാനേജ്മെന്റ് നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് തന്നെ തരാനായിട്ടും നമ്മളെ ഡെവലപ്പ് ചെയ്യാനും അല്ലെ, എന്റെ ഒരു ഇൻഡിവിജ്വൽ ഗ്രോത്തും കൂടി ആഗ്രഹിക്കുന്ന മാനേജ്മെന്റ് കൂടെ ഉണ്ടെന്നാകുമ്പോൾ എംപ്ലോയീസ് ഫീൽ മോർ സെക്യൂരിറ്റി, അവർക്ക് കൂടുതൽ സുരക്ഷിതത്വം തോന്നും. മനസ്സിലായി കണ്ടോ? ഏറ്റവും നമ്മള് ശരി ഞങ്ങളുടെ ഒരു കാര്യത്തിന് സർ കൂടെ ഉണ്ട് എപ്പോഴും, അപ്പൊ നമ്മൾ സെക്യൂർ ആണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇതെല്ലാം നമ്മളുടെ എന്താ പറയാ നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ നമ്മളുടെ ആക്ഷൻസിലോ പ്രകടമാകും അല്ലെ. വി ഫീൽ ഹാപ്പി അറ്റ് എവറി മൊമെന്റ് ഇൻ ദ ഓർഗനൈസേഷൻ. ഏത് ജോലിക്ക് ഇരിക്കുമ്പോഴും നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു മനസ്സിന് സന്തോഷമൊക്കെ ആയിട്ട് നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റും. അതാണ് സർവേ റിസൾട്ട്സ് കണ്ടക്ട് ചെയ്ത മാത്രം പോരാ, അതിന്റെ റിസൾട്ട്സ് കണ്ട് പെട്ടെന്ന് ആക്ഷൻസ് എടുക്കൂ എന്ന് ഉറപ്പുവരുത്തുന്നതും റിട്ടൻഷൻ പ്ലാനിൽ വരുന്നതാണ്. അല്ലെങ്കിൽ എംപ്ലോയീസ് ഒക്കെ ഇല്ല നമ്മൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നത് ഒരു അല്ലേ ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സബോർഡിനേറ്റ്സിനോടോ അല്ലെങ്കിൽ മറ്റുള്ള കോവർക്കേഴ്സിനോടൊക്കെ നല്ല പറഞ്ഞ് അവര് കൂടെ ഒരു ജോലിയിൽ പതുക്കെ കൊണ്ടു പോകും. ക്ലിയർ ആയോ? ഞാനിങ്ങനെ കടകളിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. Okay, അടുത്തത് rates and rewards to managers or supervisors successfully retaining qualified. അതായത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുക, റിട്ടൈൻ ചെയ്യിപ്പിക്കുന്നതിന്. എന്ന് വെച്ചാൽ ഇതിന് എംപ്ലോയീസ് ഒരുപാട് ഉണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷനിൽ. അതില് ഉള്ള എംപ്ലോയീസിനെയൊക്കെ നല്ല എന്താ പറയാ നല്ല രീതിയിലുള്ള എംപ്ലോയീസിനെ, അത് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും നല്ല സ്കില്ലുള്ളവരും നോളജ് ഉള്ളവരൊക്കെ എന്താ പറയാ നമ്മൾ റിട്ടൈൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. ഇന്നാള്
ഇന്ന് വർക്കേഴ്സ് അവർ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അവർ നമുക്ക് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ഒരു അസറ്റ് ആണ് എന്ന് പറയാൻ പറ്റണം. അങ്ങനെ പറയുന്ന മാനേജർ അങ്ങനെയുള്ളവർക്കും അങ്ങനെ കണ്ടെത്തുന്ന മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനൊക്കെ അവർക്ക് പ്രത്യേക റിവാർഡുകൾ കൊടുക്കാം. മനസ്സിലായി? അവർക്ക് എന്തെങ്കിലും ഒരു സാലറി ഇൻക്രിമെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിവാർഡുകളോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഫോർ റീറ്റെയിനിങ് ദ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മാനേജേഴ്സ് ആയിക്കോട്ടെ സൂപ്പർവൈസേഴ്സ് ആയിക്കോട്ടെ അവർക്കും വേണ്ട പ്രതിഫലങ്ങൾ കൊടുക്കുക അല്ലെ. അല്ലാണ്ട് എംപ്ലോയീസിൽ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നവരെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെയൊക്കെ നമ്മൾ കണ്ടെത്തുന്നു, അവർക്ക് നമ്മൾ എന്താ പറയാ റിവാർഡുകൾ കൊടുക്കുന്നു, അംഗീകാരം കൊടുക്കുന്നു, പ്രതിഫലങ്ങൾ കൊടുക്കുന്നു. അവരെ കണ്ടെത്തുന്നതിനും നിലനിർത്തുന്നതിനും സഹായിച്ചവരും ഉണ്ടാവുമല്ലോ അല്ലേ, അവരെയും പരിഗണിക്കണോ? വേണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, അവരെ പരിഗണിക്കണോ അല്ലേ? യെസ്, അവരെയും പരിഗണിക്കണം. അവരാണ് കണ്ടെത്താൻ സഹായിച്ചത്, തീർച്ചയായിട്ടും അവരെ പരിഗണിക്കണം. അപ്പൊ അങ്ങനെയുള്ളവരെ ഒക്കെ പരിഗണിക്കുക. പിന്നെ മാത്രമല്ല എൻഷുവേഴ്സ് ഓൾ കീ പൊസിഷൻസ്, അതായത് ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാനത്തിരിക്കുന്നവരും അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയാ സക്സഷൻ പ്ലാൻ എന്ന് വെച്ചാൽ മുന്നോട്ട് പോകാനുള്ള അവരുടേതായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിന് നമ്മൾ എന്ത് ചെയ്യുക, സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ഉറപ്പുവരുത്തുക. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ ഈ ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ആണ് എങ്കിൽ എനിക്ക് ഒരു എന്താ പറയാ ഒരു ഡെവലപ്മെന്റിന് മുന്നോട്ടുള്ള എന്റെ എന്താ പറയാ ഉയർച്ചയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷൻ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അല്ലാണ്ട് എനിക്കിപ്പോ എന്തെങ്കിലും ഡെവലപ്മെന്റ് സാധ്യതയുണ്ട്, ഞാൻ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഇനി ഇവിടെ തന്നെ നിന്ന് ഇങ്ങനെ തന്നെ നിൽക്കുകയല്ല, എനിക്കൊരു ഉയർച്ചയ്ക്ക് സാധ്യതയുള്ള ക്വാളിഫിക്കേഷൻ സ്കിൽ എനിക്ക് ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്ന് എന്നെ അങ്ങനെ ആക്കി മാറ്റുക എന്നുള്ളതും ഉറപ്പുവരുത്തണം. അപ്പോഴല്ലെങ്കിൽ എന്ത് പറ്റുന്നുള്ളൂ, ഇത് വന്ന കാലത്തോടെ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, എനിക്ക് ഒരു പുരോഗമനവും ഇല്ല, എനിക്ക് പുരോഗമനം സാധ്യമാകുന്ന സ്ഥലങ്ങളിലോ സമയങ്ങളിലോ എനിക്കത് കിട്ടിയിട്ടില്ല. ഐ ആം ഇൻ ദാറ്റ് സെയിം പൊസിഷൻ, എനിക്ക് ഒരു രീതിയിലുള്ള ഉയർച്ചയും വന്നിട്ടില്ല, ഞാൻ അവിടെ തന്നെയാണ്. അങ്ങനെ വരുമ്പോ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, മടുക്കും. അടുത്തിട്ട് എന്ത് ചെയ്യും, ഇട്ടിട്ട് പോകും. ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് സാധ്യതകൾ കിട്ടുന്ന സ്ഥലമുണ്ടോ, ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തത് എന്ത് ചെയ്ത് കാണിച്ച് അവരറിയാം എന്തെങ്കിലും ട്രൈ ചെയ്യാം എന്ന് ആളുകൾ ചിന്തിക്കും അല്ലെ. അങ്ങനെയല്ലേ? ആലോചിച്ച് നോക്കിയേ നിങ്ങള്. മനസ്സിലായോ റിട്ടൻഷൻ പ്ലാൻ? അപ്പൊ റിട്ടൻഷൻ പ്ലാനിൽ വരുന്നത് ഇതെല്ലാമാണ്. അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കുക, അംഗീകാരങ്ങൾ നൽകുക, അതിനെ കുറിച്ചുള്ള പ്ലാൻ നേരത്തെ തന്നെ ചെയ്യുക. അതായത് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസുകൾ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന എംപ്ലോയീസിനെ അവരെയും നമ്മൾ അംഗീകരിച്ച് അവർക്ക് വേണ്ട പൊസിഷൻസ് പ്രൊവൈഡ് ചെയ്യാനും എന്താ പറയുക ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും. എല്ലാവർക്കും അങ്ങനെ ഉണ്ട്. നിനക്ക് ഉയരാനുള്ള സാധ്യത എപ്പോൾ വരുന്നോ ആ ഒരു സമയത്ത് നമ്മളത് പ്രൊവൈഡ് ചെയ്യും. അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തണം. ഇന്ന ആൾക്ക് ഇന്നൊരു സിസ്റ്റം സമയത്ത് ആൾക്ക് ആ ഒരു എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടേണ്ട സമയമാണ്, അത് കണ്ടെത്തി ആൾക്കത് പ്രൊവൈഡ് ചെയ്യില്ല ചെയ്യുന്നുണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തണം. അതൊക്കെ ഈ പ്ലാനില്ല. അതല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ അവര് ക്ലിയർ ആണല്ലോ. അപ്പൊ റിട്ടൻഷൻ പ്ലാനിൽ വരുന്നതാണ് ഇതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്തത് അസസ്മെന്റ് പ്ലാൻ ആണ്. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിലയിരുത്തലാണ്. അതായത് ത്രൂ ഔട്ട് ഈച്ച് ഇയർ, ഓരോ വർഷത്തിലും ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഷുഡ് ബി അസസ്ഡ് പീരിയോഡിക്കലി. ഓരോ എംപ്ലോയീസിനും നമ്മൾ പീരിയോഡിക്കലായിട്ട് അത് ഇത്ര സമയം കഴിയുമ്പോൾ അവരെയൊക്കെ ഒന്ന് നമ്മൾ അസസ് ചെയ്യും. എംപ്ലോയീസിനെ അസസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അസസ്മെന്റ് പ്ലാൻ ഒക്കെ നമ്മൾ ഉണ്ടാക്കി ചെയ്യണം എന്ന് വിചാരിച്ച് ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, സിസ്റ്റമാറ്റിക് ഓർഡറിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈസ് ഇറ്റ് ഗോയിങ് ഓൺ, അത് നടത്തപ്പെടുന്നുണ്ടോ, അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടോ ഓർഗനൈസേഷൻ, അത് ഉറപ്പുവരുത്തണം. Each and every എംപ്ലോയീസിനെ പീരിയോഡിക്കലി ത്രൂ ഔട്ട് ദ ഇയർ ആർ അസസ്ഡ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് അസസ്മെന്റ് പ്ലാനിൽ ഫസ്റ്റ് വൺ വരിക. ഇനി അതിനുശേഷം അങ്ങനെ വിലയിരുത്തുമ്പോൾ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി has to be compared with some established standards, their behavioral, cultural, everything. അതായത് നമ്മളുടെ ഓർഗനൈസേഷൻ നമ്മളപ്പോ ഈ പറയുന്ന ആളുകളെ നമ്മൾ എങ്ങനെയാ വിലയിരുത്തുന്നത്, എംപ്ലോയീസിനെ. ഇപ്പൊ എന്നെ എങ്ങനെയാ വിലയിരുത്തുക, ഞാൻ ഇവിടുത്തെ ഒരു എംപ്ലോയിയാണ്. ഹൗ ഈസ് മീ അസസ്ഡ്, എന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് പല കാര്യങ്ങളുണ്ട്, നമ്മളുടെ ബിഹേവിയർ ഉണ്ട്, നമ്മുടെ കൾച്ചർ ഉണ്ട്, നമ്മുടെ വർക്ക് പെർഫോമൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് എന്നെ വിലയിരുത്തുക. അല്ലാതെ എന്താ പറയാ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളെ വിലയിരുത്തുന്നത്. എനിക്ക് പേഴ്സണൽ ആയിട്ട് ചിലപ്പോ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം,
ആ കാര്യങ്ങളല്ല. നമ്മൾ ഒരു ഓർഗനൈസേഷൻ വൈ വി ആർ വർക്കിംഗ്, വാട്ട് ഈസ് അവർ ബിഹേവിയർ, വാട്ട് ഈസ് അവർ കൾച്ചർ എമംഗ് അതർ വർക്കേഴ്സ്, മറ്റുള്ള ജോലിക്കാരുമായിട്ടുള്ള നമ്മുടെ പ്രവർത്തന രീതിയിൽ നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മുടെ പെരുമാറ്റ രീതി എന്താണ്, അല്ലെ? നമ്മൾ പുറത്ത് നമ്മുടെ വീട്ടിലേക്ക് ഇരുന്നുള്ള പ്രവർത്തനമോ അല്ലെങ്കിൽ പെരുമാറ്റ രീതിയോ ഒന്നുമല്ല നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ ജോലിക്കായിട്ട് വരുമ്പോൾ, അല്ലെ? അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ ജോലിയുടെ നിലവാരം. അപ്പൊ ഏതൊരു ഓർഗനൈസേഷനും they may have established a standard. ഇപ്പൊ എന്നിൽ നിന്നും എന്താണോ ഞാൻ എന്റെ പഠിപ്പിക്കുന്നതിൽ നിന്ന് എന്റെ ഒരു ടീച്ചിങ് രീതിയിൽ നിന്ന് ഓർഗനൈസേഷൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇത്ര സ്റ്റാൻഡേർഡ്, ഈ ഒരു നിലവാരം പ്രതീക്ഷിക്കുന്നുണ്ടാവും. ആ നിലവാരത്തിലേക്ക് ഞാൻ എത്താം. അവര് എന്താണോ നമ്മളുടെ ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ജോലി. തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയാ ടീച്ചിങ് എന്ന് പറയുന്ന കാര്യം കുട്ടികൾക്ക് എങ്ങനെ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, നമ്മളുടെ വേ ഓഫ് ടീച്ചിങ്, നമ്മളുടെ വേ ഓഫ് എന്താ പറയാ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രൊനൗൺസിയേഷൻസ് ഉണ്ടാകും, നമ്മുടെ വേ ഓഫ് സ്ലാങ് ഉണ്ടാകും, അല്ലെ? എല്ലാവർക്കും ചിലപ്പോൾ നിങ്ങളൊക്കെ ചില സ്ഥലത്തുള്ളവരൊക്കെ സംസാരിക്കുമ്പോഴേ കൂടുതലും കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സംസാരിക്കുന്നവര് ചിലപ്പോ നമ്മളോട് പറയുന്നേ പെട്ടെന്ന് നമുക്കത് കിട്ടില്ല. പക്ഷെ ഒന്ന് ആലോചിക്കണം എന്തായിരിക്കാവോ പറഞ്ഞേ എന്നുള്ളത്. ചിലപ്പോ അങ്ങനെയാണ് മനസ്സിലാകുള്ളൂ. ഇപ്പൊ കുറെയൊക്കെ നമ്മൾ ഈ നമ്മുടെ സാധാരണ ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല ജില്ലയിലെയും സംസാര രീതികളൊക്കെ കുട്ടികൾ ഇങ്ങനെ ബ്ലോഗ് പോലെയൊക്കെ എടുത്തിരുന്നത് കൊണ്ട് നല്ല കേൾക്കാനൊക്കെ നല്ല രസമാണല്ലേ? ചില ഇതൊക്കെ കേൾക്കാനായിട്ട് തൃശ്ശൂർ ഭാഷ, അതുപോലെ കാസർഗോഡ് ഭാഷ, അതുപോലെ കോഴിക്കോട് സ്ലാങ് ഒക്കെ ഇച്ചിരി കേൾക്കാനൊക്കെ രസമാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കേട്ട് ഇപ്പൊ നമുക്ക് ഇച്ചിരി കൂടിയൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ കുറെ നേരത്തൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകില്ലായിരുന്നു. അപ്പൊ അതുപോലെ പക്ഷെ ആ രീതികളൊക്കെ ആണെങ്കിലും ബട്ട് ഇൻ ആൻ ഓർഗനൈസേഷനും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ എന്താ പറയാ ബിഹേവിയറൽ പാറ്റേൺ എങ്ങനെയായിരിക്കണം, കൾച്ചർ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ വെച്ചിട്ട് അതുകൂടാതെ നമ്മുടെ പെർഫോമൻസ് എത്രയായിരിക്കണം എന്നുള്ളതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന രീതിയിലൊക്കെയാണ് നമ്മളെ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്. ആ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ് മറ്റ് ആളുകളോടൊപ്പം മറ്റ് പ്രവർത്തകരായിട്ടുള്ള ആളുണ്ടാവുമല്ലോ, അതായത് എഗെയിൻസ്റ്റ് ദെയർ പിയേഴ്സ് എന്നാണ്. പിയേഴ്സ് മീൻസ് സഹപ്രവർത്തകരാണ്, കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ നമ്മളിങ്ങനെ വർത്തിക്കുന്നു. ഇതൊക്കെ കമ്പയർ ചെയ്യുക, അതും നമ്മുടെ അസസ്മെന്റ് പ്ലാനിലാണ്. ഞാനിപ്പോ എന്റെ കൂടെയുള്ള എന്റെ കൊളീഗ്സ്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, അവരുമായിട്ട് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഞാനും അവരും തമ്മിൽ ജോലി ചെയ്യുമ്പോൾ എന്റെ കൾച്ചർ എന്താണ്, ഓർഗനൈസേഷനിലെ എന്റെ കൾച്ചർ എന്താണ്, ഇതൊക്കെ വിലയിരുത്തുക. ഇന്നൊരു സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡിൽ പോകണം. അബൌവ് ദ സ്റ്റാൻഡേർഡ് പോയാലും കുഴപ്പമില്ല, പക്ഷെ ബിലോ ദ സ്റ്റാൻഡേർഡ് പോകാൻ പാടില്ല. മനസ്സിലായോ? നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു നിലവാരത്തിൽ താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ തോറ്റു നടക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ പെർഫോമൻസ് അത്രകളായിട്ടില്ല, അവർ പ്രതീക്ഷിച്ച സ്റ്റാൻഡേർഡിലേക്ക് എത്തിയില്ലെങ്കിൽ. ക്ലിയർ ആയോ? ഇതൊക്കെ വിലയിരുത്തുന്നതാണ് ഒരു എംപ്ലോയീസിനെ കുറിച്ച് വിലയിരുത്തുന്നതിനാണ് അസസ്മെന്റ് പ്ലാനിൽ വരിക. ക്ലിയർ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അസസ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എംപ്ലോയീസിന്റെ എല്ലാ എംപ്ലോയീസിനും ഡെവലപ്മെന്റ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പുരോഗമനത്തിന് സാധ്യത നമ്മൾ അസസ് ചെയ്തു. ഓക്കെ, അവരുടെ അസസ്മെന്റിൽ നിന്ന് നമ്മൾ മനസ്സിലായി നമ്മളുടെ സ്റ്റാൻഡേർഡിന് വലിയ ഡിഫറൻസിലാണ് ഇന്നാളുടെ പെർഫോമൻസ്. ഏതെങ്കിലും എംപ്ലോയീസിന്റെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു, പക്ഷെ ആ സ്റ്റാൻഡേർഡിനേക്കാൾ നമ്മളെക്കാൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഒരു എംപ്ലോയി കാഴ്ചവെച്ചത് എന്ന് തോന്നിയാൽ, അങ്ങനെ ഉണ്ടോ എന്ന് ഉറപ്പ് വന്നാൽ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവർക്ക് വേണ്ടത്ര കൺസിഡറേഷൻസ്, വേണ്ടത്ര സ്ഥാനം ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യണം. അവർക്കൊരു പ്രത്യേക സ്ഥാനം നമ്മൾ നൽകണം തീർച്ചയായിട്ടും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ വിചാരിച്ചു ഈ എംപ്ലോയിയെ കണ്ടപ്പോ we can expect some 60%. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പെർഫോമൻസ് 60% നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം എന്ന് നമ്മൾ നോക്കുന്നു. അപ്പൊ 60% ഓക്കെ ആണ്. 60% നമ്മൾ പറഞ്ഞ നിലവാരത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അബൌവ് സ്റ്റാൻഡേർഡിലേക്ക് ഇയാളെ കൊണ്ടുവരാം. അങ്ങനെ പറ്റുന്നവരും ഉണ്ടായിരിക്കും. അതേസമയം ഇഫ് ദേ ആർ ഗോയിങ് ബിലോ, ഡൗൺ ആയിട്ട് പോകുകയാണ്, പെർഫോമൻസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഇവരെ ഒരു രീതിയിലും എത്തിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് നമ്മൾ മാറ്റേണ്ടി വരും. മനസ്സിലായോ? അതിനുള്ള ഒരു പ്ലാൻ അടുത്തതിൽ വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയാം. സോ ആ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസിലേക്ക് എത്തുന്നവരെ നമുക്ക് റീറ്റെയിൻ ചെയ്യണം. ആൻഡ് ഓൾസോ ഇഫ് ദേ ഹാവ് ടു മേക്ക് സം കറക്ഷൻസ്, അതായത് ചില അണ്ടർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരുണ്ടല്ലോ, ചിലരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് കറക്ഷൻ മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് ചില തിരുത്തലുകൾ കൊടുത്ത്
നമുക്ക് അവരെ കറക്റ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാൻ പറ്റും. അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലാണ് നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള പെർഫോമൻസുകൾ എന്താണെന്ന് നേരത്തെ കൂട്ടി അവരുടെ ഡെവലപ്മെന്റ് പ്ലാൻസ് ഒക്കെ നോക്കി ആ ഡെവലപ്മെന്റ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനം അവിടെ കൊടുക്കുക. ഓർഗനൈസേഷനിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുത്ത് അണ്ടർ പെർഫോംഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ആക്കാൻ പറ്റും എന്നുള്ള പ്ലാനുകളൊക്കെ ഈ ഒരു അസസ്മെന്റ് പ്ലാനിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ക്ലിയർ ആയോ? അസസ്മെന്റ് പ്ലാൻ മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പോ റിട്ടൻഷൻ പ്ലാൻ, അടുത്തത് അസസ്മെന്റ് പ്ലാൻ. ഓക്കെ, അടുത്തത് ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ. ഔട്ട് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പ്ലേസ്മെന്റ്, അകത്തല്ല, പ്ലേസ്മെന്റ് പുറത്താണ്. ഇവിടെ എന്താ, അതായത് ഓരോ ചില ജോബ് ടൈപ്പ് ഒക്കെ ബിക്കംസ് ഔട്ട്ഡേറ്റഡ്. ചില രീതികളൊക്കെ പഴയതായി പോകും, പഴഞ്ചരക്കായി പോകും. അപ്പൊ അത് വേണ്ടാന്ന് തോന്നും. നമ്മുടെ ഓർഗനൈസേഷനിൽ ദിസ് ജോബ് ടൈപ്പ് ഈസ് നോ ലോങ്ങർ റിക്വയർഡ്, ഇത് ആവശ്യമില്ല എന്ന് തോന്നുന്ന ചില ടൈപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ we have to eliminate them immediately. അത്തരം ജോബ് ടൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ജോലി, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ജോലി ഇവിടെ വേണ്ട അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല, അല്ലെങ്കിൽ നമുക്ക് there is no benefit by doing such or by performing such type of job. അത്തരം ജോബ് ചെയ്യുന്നത് കൊണ്ട് ഈ നമ്മുടെ ഓർഗനൈസേഷനിൽ യാതൊരു ഗുണവും ഇല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, ഒരു ഉപകാരം ഇല്ലാത്തതിന് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും എലിമിനേറ്റ് ചെയ്യുക. അത് ഈ പ്ലാനിലാണ്, ഔട്ട് പ്ലേസ്മെന്റ് പ്ലാനിലാണ്. അപ്പൊ determines when a job type is no longer required by the organization and moves to eliminate it immediately. പെട്ടെന്ന് തന്നെ അവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നോക്കണം. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ്, ചില ഓർഗനൈസേഷനിലുണ്ട് പഴയ പന്നാക്ക് രീതിയിലുള്ള ടൈപ്പ് ഓഫ് ജോബ് ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഗുണത്തെക്കാളേറെ ചിലപ്പോ എന്താ പറയാ അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റുകളിലേക്ക്, ചില വർധനവിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ രണ്ടാമത്തെ. അടുത്തത് ഡിറ്റർമിൻസ് when a job type has successfully changed sufficiently to warrant a reassessment. അതായത് ചില വേക്കൻസീസ് ഒക്കെ നമ്മൾ ചില പൊസിഷൻസിൽ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇപ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് നടത്തണം, പെട്ടെന്ന് ഒരു വേക്കൻസീസ് വന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു എംപ്ലോയീസിന്റെ ചില റീഅസസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇന്റേണൽ ആയിട്ട് അകത്തുള്ള എംപ്ലോയീസിനെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ നമുക്ക് അസസ് ചെയ്ത് ഈ ഒരു പൊസിഷൻ നമുക്ക് ഫില്ല് ചെയ്യാം, വേക്കൻസി വേണമെങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ നമുക്ക് റീഅസസ് ചെയ്ത് കണ്ടുപിടിക്കാം. അത് ഏതെങ്കിലും ചിലപ്പോൾ ഒരു ജോബ് ടൈപ്പ് ഒക്കെ മാറ്റി, ഇന്ന ജോലി വേറെ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് അത് മാറ്റി, ആ ടൈപ്പ് ഓഫ് ജോലി മാറ്റി നമ്മൾ എലിമിനേറ്റ് ചെയ്തു, വേറൊരു ടൈപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അസസ് ചെയ്ത് ആ ഒരു കറന്റ് പൊസിഷൻസ് ഒക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഔട്ട് പ്ലേസ്മെന്റ് പ്ലാനിലാണ് വരിക. എന്ന് വെച്ചാൽ അത്തരം സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ജോബ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റീഅസസ്മെന്റ് നടത്തി വി ക്യാൻ ഫിൽ ദാറ്റ് പൊസിഷൻസ് ബാക്ക് ദാറ്റ് എംപ്ലോയീസ്. ആ കറന്റ്ലി ഉണ്ടാകുന്ന വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് അവിടുത്തെ എംപ്ലോയീസിനെ തന്നെ അസസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഇനി നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഏതെങ്കിലും ജോബ് ടൈപ്പ് പഴയതാണ്, അത് വേണ്ട, അതുകൊണ്ട് യാതൊരു ഗുണമില്ല എന്ന് മനസ്സിലായാൽ നമുക്ക് ആ ജോബ് ടൈപ്പ് ഉപേക്ഷിച്ചു, എലിമിനേറ്റ് ചെയ്തോളൂ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു. ഇതേപോലെ തന്നെ ഏതെങ്കിലും ചില എംപ്ലോയീസ് ഇന്നർ ജോലി ചെയ്യുന്ന ആള് വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ജോലി ചെയ്തിട്ട്, ഈ ആളെ കൊണ്ട് ഇയാളിവിടെ ജോലി ചെയ്തിട്ടും വലിയ ഗുണമില്ല, ചെയ്യാതിരുന്നാലും യാതൊരു ബെനിഫിറ്റും അല്ലെങ്കിൽ യാതൊരു നഷ്ടവും നമ്മുടെ ഓർഗനൈസേഷന് സംഭവിക്കുന്നില്ല. That means that particular employee is not required for the organization. അത്തരം എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ വേണ്ട എന്ന് ചില സാഹചര്യങ്ങളിൽ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഓർഗനൈസേഷന്റെ ചിലപ്പോ അവർക്ക് പറ്റുകയാണെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ജോലി, എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ് ഈ ടീച്ചിങ്, എന്തിനാണ് ടീച്ചർ ഇവിടെ ഇങ്ങനെ പഠിപ്പിക്കണേ, ഒരു ഗുണവും ഞങ്ങൾക്കില്ല അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനും ഇല്ല എന്ന് തോന്നിയാൽ ഒന്നില്ലെങ്കിൽ ടീച്ചർക്ക് ഇതിനേക്കാൾ പറ്റി വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് നോക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കാം. അതല്ല എന്ത് ചെയ്യാ, വേറെ ജോബിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ആളെ തന്നെ അങ്ങോട്ട് റിമൂവ് ചെയ്ത് എത്ര റിമൂവല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓർഗനൈസേഷൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നതാണ്? ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെയും അൾട്ടിമേറ്റ് ലക്ഷ്യം, ഗോൾ എന്താണ്? ഇറ്റ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ്സ്, ലാഭം ഉണ്ടാക്കലാണ്. ഈ ലാഭം ഉണ്ടാക്കുന്ന സമയത്ത്
അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തെ ഇതുപോലുള്ള അധിക ചെലവുകളെ ഇവിടെ ഇരുത്തി സാലറി കൊടുത്ത് വെറുതെ എന്തൊക്കെയോ ചെയ്തു ആൾക്കാരെ ആവശ്യം ഉണ്ടാവോ? ഉണ്ടാവോ? ഞാൻ പറയുന്ന തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ചില ഓർഗനൈസേഷൻസിലുണ്ട് അങ്ങനെ. നമ്മൾ വെറുതെ ഒരു ആളെ ജോലിക്ക് നമുക്കറിയാം ഒരു 5 അക്ക ശമ്പളത്തെ സ്റ്റാർട്ടിങ് ഇല്ലാതെ ചില ആളുകൾക്ക് ജോലിക്ക് പോകാൻ ഇത്രയുള്ള അത്രയൊക്കെ നമുക്ക് പറ്റില്ല അല്ലെ? 5 അക്ക എങ്കിലും വേണം ബിഗിനിങ്. ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ അറിയാലോ അല്ലെ? അതെങ്കിലും കിട്ടാണ്ട് എങ്ങനെയാ ജോലിക്ക് പോകുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നവരാണ് എല്ലാവരും. കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ അതൊന്നും ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വരുമ്പോ തീർച്ചയായിട്ടും ആ ബിസിനസ് ഓർഗനൈസേഷൻ അത്രയും രൂപ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്, അതിനനുസരിച്ചുള്ള വർക്ക് പെർഫോമൻസ് ആ എംപ്ലോയിയുടെ ഇന്ന് ഇവിടെ കിട്ടണം അല്ലെ? ആളുടെ സേവനം ആ രീതിയിലായിരിക്കണം. അങ്ങനെ സേവനം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ആളുകളെ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ ആവശ്യമുള്ളൂ. മാത്രമല്ല വളരെ ഹാർഡ് വർക്കിംഗ്, ഭയങ്കര എന്താ പറയാ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളവരെ, എന്താ പറയാ ഒരുപാട് കമ്മിറ്റ്മെന്റോടെ ജോലി ചെയ്യുന്നവരെ, ഇങ്ങനെയൊക്കെയാണുള്ളവരെയാണ് ഓർഗനൈസേഷൻ ഇഷ്ടം. അപ്പൊ അങ്ങനെയുള്ള ഇതിന് മീറ്റ് ചെയ്യാൻ പറ്റാത്ത എംപ്ലോയീസ്, അത്രയും എന്താ പറയാ ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ജോബ് ഒന്ന് മാറ്റി കൊടുക്കുക, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഔട്ട്പ്ലേസ് ചെയ്യുക. ഔട്ട്പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യുക. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ്. ചാൻസ് കൊടുക്കുന്നുണ്ട്, ചാൻസ് കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ ജോബ് മാറ്റി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പറ്റിയില്ല എന്നിട്ടും ഒരു രക്ഷയില്ലാത്ത എംപ്ലോയി ആണെങ്കിൽ റിമൂവ്. അതെ. പിന്നെ ഇനിയും മറ്റ് ഔട്ട്പ്ലേസ്മെന്റ് പ്ലാനിൽ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതാണ് ഓർഗനൈസേഷൻ. വൈ ദ പീപ്പിൾ ആർ ലീവിംഗ് ദ ഓർഗനൈസേഷൻ എന്ന് ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ജോലിക്കാരെ അവരവരുടെ സ്വന്തം ഇഷ്ടത്താല് പറഞ്ഞിട്ടൊന്നുമല്ല, സ്വന്തം ഇഷ്ടത്താലും വൈ ദേ ആർ ലീവിംഗ്, എന്താണ് അവർ മാറിപ്പോണേ, ഇവിടെ ഇട്ടിട്ട് പോണേ, ജോലിയിൽ ഉപേക്ഷിച്ച് പോണത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ കണ്ടെത്തണം, അതിന്റെ കാരണം കണ്ടെത്തണം. ഇപ്പൊ ഒരു എന്താ പറയാ ജോലിക്ക് കുറച്ച് പേര് കയറി 1 മാസം പോലും ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടതൊന്നുമല്ല, കുറച്ച് പേര് എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു എംപ്ലോയി പോകുന്നു, ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയാണ്ട് തന്നെ അങ്ങ് പോകുന്നു, കുറച്ച് ദിവസം കാണാണ്ട് അമ്മ വിളിച്ചപ്പോ എനിക്ക് പറ്റില്ല എന്ന് വിളിക്കുന്നു അല്ലെ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 1 മാസത്തിനുള്ളിൽ തന്നെ ഒരുപാട് എംപ്ലോയീസ് ലീവ് ചെയ്ത് ലെഫ്റ്റ് ചെയ്ത് പോകുന്നു. സോ എന്ത് ചെയ്യണം? അപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ട് നോക്കിയിരുന്നിട്ട് അല്ലേ 2 ദിവസം വന്ന് ജോലിക്ക് കുഴപ്പമില്ല പോട്ടെ അല്ലെ, നമ്മൾ ശമ്പളമൊന്നും കൊടുത്തില്ലല്ലോ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ്, എന്തുകൊണ്ട് അവരങ്ങനെ പിരിഞ്ഞു പോകുന്നു, അതിനെന്തെങ്കിലും കാരണമുണ്ടോ? കാരണമുണ്ടെങ്കിൽ കണ്ടെത്തി ആവശ്യത്തിന് നെസസറി സ്റ്റെപ്സ് എടുക്കണം. അത് ചിലപ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാകാം അല്ലെ? അപ്പൊ അതെന്താണെന്ന് കണ്ടെത്തണം. പുറമേ ഇരുന്ന് നമുക്ക് അകത്തിരിക്കുന്ന മാനേജ്മെന്റിന് മറ്റു കാര്യങ്ങളോ ചിലപ്പോൾ അറിയില്ലായിരിക്കാം. പുറത്ത് എന്താണ് നമ്മളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഇമേജിനെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് നടക്കുന്നുണ്ടോ നമ്മുടെ ഓർഗനൈസേഷനെ പ്രതി കണ്ടെത്തണം. മനസ്സിലായോ? 4 പോയിന്റ് മനസ്സിലായോ? നോക്കിയേ, ഒന്ന് വായിച്ചോ 4 പോയിന്റ്. ടാലന്റ് മാനേജ്മെന്റിന്റെ ചാപ്റ്റർ നമ്മുടെ ഗ്രീവൻസിന്റെ പോലെ അത്ര എന്താ പറയാ ഒരു കോമൺ ജനറൽ ആയിട്ടൊരു ടോപ്പിക് അല്ല. ടാലന്റുകളുടെ റിട്ടൻഷൻ, ടാലന്റുകളെ ഒരിക്കലും ഓർഗനൈസേഷൻ വിട്ടുകളയാതെ ചേർത്ത് നിർത്തണം. വിട്ടുപോകാൻ സാധ്യതകൾ കൂടുതലാണ് ടാലന്റ് ഉള്ളവർ. നമ്മളുടെ ടാലന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ എന്താ പറയാ ബെനിഫിറ്റ് ഉള്ള സ്ഥലങ്ങളിലേക്ക് ചാടിപ്പോകാൻ എംപ്ലോയീസ് ശ്രമിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ പോകാതെ ചേർത്ത് നിർത്തി ഇവിടെ തന്നെ കൂടുതൽ ഇച്ചിരി സാലറി ഓഫർ ചെയ്താലും അത്തരം ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ പിടിച്ചു നിർത്തുക എന്നത് ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി
അത്രയും ഈസി അല്ല നമുക്കിത് ഗ്രഹിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നത്. എന്തെങ്കിലും മനസ്സിലാവേണ്ട, വെറുതെ മനസ്സിലാവേണ്ട ഇങ്ങനെ സെന്റൻസിന്റെ അർത്ഥം മാത്രം ഇത് പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ലല്ലോ. ക്ലിയർ ആയോ? ഇത്രയും സമയം കൊണ്ട് നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ളൂ അതിനോ, പക്ഷെ അത് അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. നിങ്ങൾ വിചാരിക്കരുത് വേറെ ഒന്നും. നമ്മള് ഗ്രീവാൻസ് മാനേജ്മെന്റിന്റെ ഒരു ദിവസത്തെ ക്ലാസ്സിൽ 1 hour ക്ലാസ്സിൽ നമ്മൾ ചിലപ്പോൾ 2-2.5 പേജൊക്കെ 1/4 പേജൊക്കെ എടുത്ത് പോയിട്ടുണ്ടാകും. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ പതുക്കെയാണ് ഞാൻ എടുക്കുന്നത്. എനിക്കറിയാം, കാരണം ഇത് നമ്മൾ വായിച്ചെടുത്ത് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിനകത്ത് അഗാധമായ ചില കാര്യങ്ങൾ ഉണ്ടെന്നും അതിനി കുട്ടികളിലേക്ക് ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് പ്രതിഫലിപ്പിച്ച് വെക്കുമെന്നും ഉള്ള കാര്യത്തിൽ എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു തുടങ്ങിയപ്പോ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര പതുക്കെ പോകുന്നത്, അല്ലേ? ഞാനെങ്കിലും ഇതിനകത്ത് ഇതും സ്പീഡിലുള്ള ടീച്ചർ എടുത്ത് പോണേന്ന് ആരെങ്കിലും ഇപ്പൊ പറയുന്നുണ്ടാവാവോ? ഒരു പേജ് പോലും ആയിട്ടില്ല നമ്മൾ എടുത്തു തുടങ്ങിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ദ ഫീഡ്ബാക്ക് ലൂപ്പ് ആണ്. അടുത്തത് ഫീഡ്ബാക്ക് ലൂപ്പ് ആണ്. എന്താണ് ഫീഡ്ബാക്ക് പ്ലാൻ? എന്തെങ്കിലും അതിനകത്ത് വരുന്നത് കാര്യങ്ങൾ നോക്കാം. അതായത് എവറി ഓർഗനൈസേഷൻ മസ്റ്റ് ഹാവ് എ ഫീഡ്ബാക്ക് സിസ്റ്റം. ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടായിരിക്കണം. അതായത് ഒരു എംപ്ലോയീസിന്റെ ലൈഫ് സൈക്കിൾ അറ്റ് ദ ടൈം ഓഫ് റിക്രൂട്ട്മെന്റ് അപ് ടു ദ ടൈം ഓഫ് റിട്ടയർമെന്റ്, റിക്രൂട്ട്മെന്റ് മുതൽ റിട്ടയർമെന്റ് വരെയുള്ള ഒരു ലൈഫ് സൈക്കിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓരോ എംപ്ലോയിക്കും അവരവരുടെ ഒരു ഓർഗനൈസേഷൻ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്, അല്ലെ? അപ്പൊ അത് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരാൾ ജോയിൻ ചെയ്തു നമ്മൾ റിട്ടയർ ചെയ്ത് പോകുന്നത് വരെ ഉള്ള കാര്യങ്ങളൊക്കെ ആളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചിട്ടോ അവരുടെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം ഓർഗനൈസേഷൻ. അത് പ്ലാൻ ചെയ്യുക. ദാറ്റ് മീൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ഓരോ പുതിയ പുതിയ ട്രെൻഡ് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അത് സൂപ്പർവൈസേഴ്സിനും മാനേജ്മെന്റിനും ഒക്കെ ഒരു യൂസബിൾ ഡാറ്റയായിട്ട് ഉപയോഗിക്കാം. നമ്മളിപ്പോ ഞാനൊരു ഓർഗനൈസേഷനിൽ ജോലിക്ക് വന്നു, കുറെ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ലീവ് ചെയ്ത് പോകുന്നു, ലെഫ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ നമ്മളുടെ ഫീഡ്ബാക്ക് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോഴും ദാറ്റ് ഡാറ്റ വിൽ ബി ആൻ ഇൻഫോർമേഷൻ ടു ദ മാനേജ്മെന്റ് ആൻഡ് ഓൾസോ ടു സൂപ്പർവൈസർ. അത്തരം ഡാറ്റകൾ ചിലപ്പോൾ പല രീതിയിലും അവരെ ഹെൽപ്പ് ചെയ്യും പിന്നീടുള്ള ചില കാര്യങ്ങളിൽ. മനസ്സിലായോ? അപ്പൊ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് എന്തായാലും ഒരു ഓർഗനൈസേഷന്റെ ഈ പറയുന്ന ടാലന്റ് മാനേജ്മെന്റ് സൈക്കിളിൽ ഉണ്ട് എന്നാണ്. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടായിരിക്കണം. ദാറ്റ്സ് ഓൾ. എംപ്ലോയി ലൈഫ് സൈക്കിളിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം അറിയാനും അതൊരു ഡാറ്റയായിട്ട് പിന്നീട് മാനേജേഴ്സിനോ അതുപോലെ സൂപ്പർവൈസേഴ്സിനോ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഡാറ്റയാക്കി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഷുഡ് ബി ദർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇനി അടുത്തത് they have to find out the common reasons for employees leaving. എന്തുകൊണ്ട് എംപ്ലോയീസ് ഇങ്ങനെ പോകുന്നു, ചിലപ്പോൾ ഇട്ടിട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കണം. ഇപ്പൊ 1-2 പേര് ആദ്യം പോകുന്നു, പിന്നെ ആ മാസം തീരുന്നതിന് മുമ്പ് ഒരു 5-10 പേര് അവിടുന്ന് ലീവ് ചെയ്ത് പോകുന്നു. വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻ എംപ്ലോയീസ് പെട്ടെന്ന് ഇട്ടിട്ട് പോകുന്നു. സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അതെന്താണെന്ന് കണ്ടെത്തി അത് കൃത്യമായിട്ട് അളന്ന് കണ്ടുപിടിച്ച് തിട്ടപ്പെടുത്തി രേഖപ്പെടുത്തി വെക്കുക, എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിന്റെ റീസൺസ് അടക്കാം, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതിനനുസരിച്ച് അന്വേഷണം നടത്തണം. ഇത് തന്നെയാണോ യഥാർത്ഥ കാരണം? ഇപ്പൊ ഉദാഹരണം എന്താ പറയാ, ഇത്രയധികം ജോലിയുടെ ടൈം വളരെ ഡ്യൂറേഷൻ കൂടുതലാണ്, ബട്ട് ദ സാലറി ഈസ് ലെസ്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മള് സേവനം ചെയ്യുന്ന അത്രയും മണിക്കൂറിനുള്ള സാലറി നമുക്ക് കിട്ടുന്നില്ല. ദാറ്റ് മേ ബി എ റീസൺ. അതായിരിക്കാം ചിലപ്പോ ചില എംപ്ലോയീസ് റീസൺ ആയിട്ട് പറയാം, അല്ലെങ്കിൽ എനി അതർ റീസൺസ്, മറ്റ് റീസൺസ് എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അതൊക്കെയാണെന്ന് കണ്ടെത്തുക. പിന്നെ ഇനി മാത്രമല്ല, ബിൽഡ് എ ഡാറ്റാബേസ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമുക്ക് ട്രെൻഡുകൾ, ഇപ്പോഴത്തെ ട്രെൻഡുകളൊക്കെ എന്തൊക്കെയാണെന്ന് ട്രാക്ക് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പല ഇൻഫോർമേഷൻസ് ഒക്കെ വെച്ചിട്ട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ മനസ്സിലാക്കി എംപ്ലോയീസിന്റെ ട്രെൻഡും അവരുടെ വർക്ക് പ്രിഫറൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കി മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി ഒരു നല്ല ഡാറ്റാബേസ് ബിൽഡപ്പ് ചെയ്യുക. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ്, provide the managers or supervisors with detailed feedback on employees who leave their areas of responsibility. ചിലപ്പോഴൊക്കെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്ന എംപ്ലോയീസ്, ജോലിയുടെ ഭാരം കൊണ്ടാകാം, പല കാര്യങ്ങൾ കൊണ്ടാകാം.
അവരൊക്കെ ഇങ്ങനെ ഓടിപ്പോകുമ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഓടിപ്പോകുന്നത്, ആ ഓടിപ്പോകുന്നവരിൽ നിന്ന് എന്താണ് അങ്ങനെ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവൈസേഴ്സോ മാനേജേഴ്സോ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ കളക്ട് ചെയ്ത് അത് എന്ത് ചെയ്യാം മറ്റ് മാനേജേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്താണ് അവരങ്ങനെ പോകാനുള്ള കാരണം, അത് അവരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പിന്നീട് നമ്മുടെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനെ എന്താ പറയാ അറിയിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ മാനേജേഴ്സ് അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസ് എന്തുകൊണ്ട് ലീവ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ആയിരിക്കും ചിലപ്പോൾ അപ്പൊ സൂപ്പർവൈസേഴ്സ് എന്ത് ചെയ്യുന്നു, അത് കണ്ടെത്തുന്നു, എന്താണ് അതിന്റെ കാരണം, അതിന്റെ റീസൺസ് ഒക്കെ കണ്ടെത്തി അതിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് അവരിൽ നിന്ന് കളക്ട് ചെയ്ത് അതൊക്കെ ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യും, ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിനെ അറിയിക്കുക. ഇതൊക്കെ ഫീഡ്ബാക്ക് ലൂപ്പിലാണ്, എല്ലാം എംപ്ലോയീസിന്റെ ഫീഡ്ബാക്ക് റിലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ, മനസ്സിലായോ? സോ ഇങ്ങനെ 7 എന്താ പറയുക ഒരു ടാലന്റ് മാനേജ്മെന്റിലെ ലൈഫ് സൈക്കിളിൽ 7 പ്ലാനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ തുടങ്ങി പറഞ്ഞത് ഓർഗനൈസേഷണൽ പ്ലാൻ, റിക്രൂട്ടിംഗ് പ്ലാൻ, ഡെവലപ്മെന്റ് പ്ലാൻ, റിട്ടൻഷൻ പ്ലാൻ, അസസ്മെന്റ് പ്ലാൻ, ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ ആൻഡ് then feedback plan feedback loop എന്ന് പറയുന്നത്. ക്ലിയർ ആയോ, മനസ്സിലായോ എത്ര വരെ? ഓക്കെ, ആ 7 പ്ലാനുകളുടെ പേരുകൾ മറക്കണ്ട കേട്ടോ. യെസ്, ഒന്ന് വായിച്ചു നോക്കിയേ ഫീഡ്ബാക്ക് ലൂപ്പ്. ചൂടുണ്ട് അവിടെയൊക്കെ? ചൂട് കൊണ്ട് തുടങ്ങിയിട്ട് ഭയങ്കര, അതിനകത്ത് ഒരു വെന്റിലേഷൻ പോലും ഇല്ലാതെ അങ്ങനത്തെ ഒരു ചെറിയൊരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു മുറിക്കകത്താണ് ഭയങ്കര പാടാ ചൂട്. പിന്നെ മാത്രമല്ല അറ്റ്മോസ്ഫിയർ കുറച്ചങ്ങനെ ഡള്ളാവുമല്ലോ, അപ്പൊ നമുക്ക് ഭയങ്കര സഫോക്കേഷൻ ഒരു ഫീലിംഗ്. ചൂടില്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഇപ്പൊ വയനാടൊക്കെ ഉള്ളവരുണ്ട്, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തൊക്കെ വല്ലവരുണ്ടോ? ആകെ കുറച്ച് പേരുണ്ടോ? പിന്നെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, വായിച്ചല്ലോ. അടുത്ത പറയാം. അപ്പൊ നമ്മള് അങ്ങനെ വരുമ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാന്ന് പറയുമോ? ഈ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു എൻറ്റയർ ഹ്യൂമൻ റിസോഴ്സ് സൈക്കിൾ. ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സുകളുടെ ഒരു സൈക്കിളാണ്, ലൈഫ് സൈക്കിളാണ്. ആ ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ദ ടൈം ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ പ്ലാനിങ് തുടങ്ങി. റിക്രൂട്ട്മെന്റിന് മുമ്പ് നടക്കുന്ന കാര്യമാണ് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. ആ പ്ലാനിങ് തുടങ്ങി അവരുടെ എംപ്ലോയ്മെന്റ് ഇവന്റ് എന്ന് വെച്ചാൽ ആ ജോലി ചെയ്യുന്ന ജോലിയുടെ സമയത്ത് ത്രൂ ഔട്ട്, പിന്നെ അതിനുശേഷം അവർക്ക് ഉണ്ടാകുന്ന പല ഡെവലപ്മെന്റുകൾ. ആദ്യം വന്നപ്പോ നമ്മൾ ചെയ്തിരുന്ന ജോലി പിന്നീട് അങ്ങോട്ട് പോകെ വർഷങ്ങൾ എക്സ്പീരിയൻസ് വന്നപ്പോ നമുക്ക് വി ഗെറ്റ് ഡെവലപ്ഡ്. നമ്മളുടെ എന്താ പറയാ അറിവുകള്, സ്കില്ലുകള്, ക്വാളിറ്റീസ് ഒക്കെ ഒരുപാട് വർദ്ധിച്ചു. അതാണ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഡെവലപ്മെന്റ് സൈക്കിളിലൂടെ കടന്ന് ലാസ്റ്റ് ഡേ ഓഫ് എംപ്ലോയ്മെന്റിന്റെ അവസാന ദിവസവും അതിനുശേഷവും വരെയുള്ളത് എല്ലാം അതിനകത്ത് പെടും. എന്ത് വരും? എന്തില്? നമ്മുടെ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിൽ വരുന്നത്. അത്രേ ഉള്ളൂ. അതാണ് ആ ഓരോ പോയിന്റുകളായിട്ട് വികസിപ്പിച്ച് തന്നത്. ഒറ്റ സെന്റൻസിൽ അവർ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്തത്. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ലുക്സ് അറ്റ് ദ എൻറ്റയർ ഹ്യൂമൻ റിസോഴ്സ് സൈക്കിൾ ഫ്രം ദ ബിസിനസ് പ്ലാനിംഗ് ഫേസ് ഓഫ് ദ റിക്രൂട്ടിംഗ്. റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ഫേസ് മുതല് ആൻഡ് എംപ്ലോയ്മെന്റ് ഇവന്റ്, അതായത് തൊഴിൽ സാഹചര്യങ്ങൾ സമയം മുഴുവൻ ത്രൂ ദ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെന്റ് സൈക്കിൾ. അതിലൂടെ കടന്ന് ഓരോ വ്യക്തികളുടെയും ഓരോ ജോലിക്കാരുടെയും ഡെവലപ്മെന്റ് സൈക്കിൾ ടു ദ ലാസ്റ്റ് ഡേ ഓഫ് ദ എംപ്ലോയ്മെന്റ് ഓഫ് ദാറ്റ് എംപ്ലോയി. ആ തൊഴിലാളിയുടെ ഏറ്റവും അവസാന ദിവസമായ തൊഴിൽ ദിവസം വരെ ആൻഡ് ബിയോണ്ട്, അതിനപ്പുറവും എല്ലാം ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന ഒന്നാണ് ടാലന്റ് മാനേജ്മെന്റ് സൈക്കിൾ. കേട്ടോ?
കിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായില്ലേ? ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഒറ്റ സെന്റൻസിൽ അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്ത് വെച്ചു. റിക്രൂട്ട്മെന്റ് പ്ലാൻ നമ്മൾ പറഞ്ഞു ഇല്ലേ? അത് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഓർഗനൈസേഷന്റെ പ്ലാൻ, അതായത് ബിസിനസിന്റെ പ്ലാൻ വന്നു, അതും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡെവലപ്മെന്റ് പ്ലാൻ, അതും അതിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് ഒറ്റ സെന്റൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു. യെസ്. ഇനി അടുത്ത നമുക്ക് നോക്കാം ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്. ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയാ, ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ, ഒരു ഫ്ലോ ചാർട്ട് പോലെ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ താഴെ കുറെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് തിങ്സ്. ആ പറയുന്ന കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഏത്? ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ വിജയം എന്ന് പറയുന്നത് ഇതിനടിസ്ഥാനമാക്കിയാണ്. ഏതാണത്? മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്, റോൾ ഡിസൈൻ, ജോബ് റൊട്ടേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, സക്സഷൻ പ്ലാനിങ്, ഫ്ലെക്സിബിലിറ്റി, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആൻഡ് സെൽഫ് മോട്ടിവേഷൻ. ഇതെല്ലാം കൃത്യമായിട്ട് ഇതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രാധാന്യം കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് വിൽ ലീഡ് ടു ദ സക്സസ് ഓഫ് ഓർഗനൈസേഷൻ. ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തേ, ഈ പറഞ്ഞ എഴുതി ഇങ്ങനെ അച്ചടിച്ചു വെക്കാനല്ല, ഈ രീതിയിൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. അതാണ് പറഞ്ഞേക്കുന്നത് ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്. ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേഷൻ എടുക്കാൻ, അതുപോലെ തന്നെ അത് നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് നയിക്കാനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. എന്തൊക്കെയത്? മെയിൻറ്റെയിനിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. ഓരോ ഓർഗനൈസേഷനും ജോലി ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ എന്റെ ഐഡന്റിറ്റി കാണിക്കാനും കീപ്പ് ചെയ്യാനും എന്റെ ജോലി സ്ഥലത്ത് കീപ്പ് ചെയ്യാനൊക്കെ ഞാൻ ബാധ്യസ്ഥയാണ്. എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട് അല്ലെ? ഐ ഹാവ് ടു ഡെവലപ്പ് ആൻഡ് ബിൽഡ് മൈ ഐഡന്റിറ്റി. എന്റെ ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യും. റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ്. ഓരോ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പെർഫോമൻസിനനുസരിച്ച് അംഗീകാരവും റിവാർഡ് പ്രതിഫലവും നൽകും. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്. എന്തെങ്കിലും സാധ്യതകളും സാഹചര്യങ്ങളും കിട്ടിയാൽ അവർക്കത് പ്രൊവൈഡ് ചെയ്യുക. എനിക്ക് ഉയർച്ചയ്ക്കുള്ള സാധ്യതകളും അവസരവും എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ എനിക്കത് തരണം, അനുവദിക്കണം. അല്ലാതെ അയ്യോ നീ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ബ്ലോക്ക് ചെയ്യല്ല വേണ്ടത്. റോൾ ഡിസൈൻ. ഓരോരുത്തരുടെയും റോൾസ് ഡിസൈൻ ചെയ്യുന്നത്. ജോബ് റൊട്ടേഷൻ എന്താന്ന് പറയും. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ? ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരമായിട്ടൊരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകാവുന്ന ഒരു ടയർഡ്നെസ്, ബോർഡം അല്ലെ, ഒരു ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആ ജോലിയിൽ നിന്ന് പതുക്കൊന്ന് മാറ്റി വേറൊരു ജോലി ആൾക്കാരോട് കൊടുക്കുക, അവര് അങ്ങനെ ഏൽപ്പിക്കുക. അപ്പൊ ആ ജോലിയും അവര് ചെയ്യാൻ പാകപ്പെടുകയും ചെയ്യും, ഈ ഒരു ബോറടി മാറി കിട്ടുകയും ചെയ്യും. ക്ലിയർ ആയോ? അതാണ് ജോബ് റൊട്ടേഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയോ ഏതോ വേറെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ടൈം പറഞ്ഞുതരാം. പിന്നെ അതിന്റെ അടിയിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടോ? അപ്പൊ എന്തായാലും പറയേണ്ടി വരുമല്ലോ വീണ്ടും. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. സക്സഷൻ പ്ലാനിങ്. മുന്നോട്ടേക്കുള്ള സക്സസീവ് ആയിട്ടുള്ള പ്ലാനിങ്സ്. മുന്നോട്ട് ഓരോ കാര്യം പ്ലാൻ ചെയ്ത് അത് നേടി കഴിയുമ്പോൾ അടുത്തത് ദാറ്റ് ഈസ് സക്സസീവ് പ്ലാനിങ് അല്ലെ? നമ്മൾ എന്ത് കാര്യവും പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്തത് പ്ലാനിങ്ങിൽ തന്നെ അവിടെ ഇരുന്നോട്ടെ, അത് പിന്നെ അങ്ങനെയാണ് മാറ്റാണ്ടിരുന്ന ശരിയാവൂല അല്ലെ? എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അത് എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം, നടപ്പിലാക്കണം. ആ നടപ്പിലാക്കി കഴിഞ്ഞാൽ എന്താകും? ഞാൻ എനിക്കൊരു പ്ലാൻ ഉണ്ടായി, അത് നടപ്പിലാക്കി കഴിഞ്ഞു പറയും നമ്മൾ കൈയായിട്ട് നോക്കിയിരിക്കുകയാണോ ചെയ്യാം? തീർച്ചയായിട്ടും അല്ല. വി വിൽ ഹാവ് സം അതർ പ്ലാൻ. അത് കഴിഞ്ഞ് അടുത്ത പ്ലാനിലേക്ക് നമ്മൾ പോകണം. അപ്പൊ അങ്ങനെ സക്സസീവ് ആയിട്ടുള്ള പ്ലാൻസ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി, കഴിവുള്ളത്. എന്തിന്റെ കഴിവുള്ളതാണെന്നൊക്കെ പറയും. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ റിലേഷൻഷിപ്പ് ആരുമായിട്ട്? എംപ്ലോയീസുമായിട്ട്. അല്ലാതെ ആരാ? സെൽഫ് മോട്ടിവേഷൻ. എംപ്ലോയീസിനെ സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കൃത്യമായി നന്നായി പരിപാലിച്ചാൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ വിൽ ഗെറ്റ് സക്സസ്. തീർച്ചയായിട്ടും അത് അതിന്റെ വിജയം കണ്ടെത്തും. ക്ലിയർ ആയല്ലോ? ഈ ഒരു പെട്ടി പോലത്തെ സാധനം ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് ടിക്കറ്റ് വെച്ചേക്ക്. ആ ഒരു ആരോ മാർക്ക് ഇല്ല, മാർക്ക് റൈറ്റ് സൈഡിലേക്ക് കൊടുക്കണം. കേട്ടോ? സോ അങ്ങനെ
വരുമ്പോ ദ മാനേജേഴ്സ് ആൻഡ് ഓൾസോ ദ ഹയർ അതോറിറ്റീസ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ മാനേജേഴ്സും അതുപോലെ തന്നെ ഉയർന്ന അധികാരികളൊക്കെ, ഏറ്റവും പൊക്കത്തിലുള്ള അധികാരികൾ എല്ലാവരും തന്നെ they must have some initiative to pave the way for personal development. തീർച്ചയായിട്ടും ഓരോ എംപ്ലോയീസിനും അവർക്ക് കിട്ടേണ്ട വ്യക്തിപരമായ വളർച്ച, അതുപോലെ തന്നെ ലോങ് ടേം അസോസിയേഷൻ, ഓരോ ഓർഗനൈസേഷനിൽ കൂടുതൽ കാലം അവിടെ പിടിച്ചു നിൽക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലായോ? അത് മാനേജ്മെന്റും മറ്റു ഉദ്യോഗസ്ഥരും എംപ്ലോയീസിനും വേണ്ടി ചെയ്തു കൊടുക്കണം. നല്ല നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ട വഴി ഒരുക്കി കൊടുക്കണമെന്ന്. ആരാ അതിനെ ശ്രദ്ധിക്കേണ്ടത്? മാനേജ്മെന്റും ഹയർ അതോറിറ്റീസും ആണ്. തീർച്ചയായിട്ടും they should have some long term association to the organization. ഓർഗനൈസേഷനുമായിട്ടൊരു നല്ല ദീർഘകാല ഒരു എന്താ പറയാ ഒരു സംഘടന, ലോങ് ടേം അസോസിയേഷൻ മീൻസ് സ്വന്തമായിട്ട് ദീർഘമായിട്ടുള്ള ഒരു ബന്ധപ്പെടല് അല്ലെങ്കിൽ ഒരു ബന്ധം ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എംപ്ലോയീസിനെ കൊണ്ട് അവരെ കൊണ്ട് സാധിപ്പിക്കണം. അതിനുവേണ്ടിയിട്ടുള്ള ചില ഇനീഷ്യേഷൻസ് ആരെടുക്കണം? സൂപ്പർവൈസേഴ്സും മാനേജ്മെന്റും എടുക്കണം. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. അത് ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. ലോങ് ടേം അസോസിയേഷൻ വിത്ത് ദ ഓർഗനൈസേഷൻ വരെ. അപ്പോ ഈ പറയുന്ന അത്തരം കാര്യങ്ങൾ നിലനിർത്താനും മാനേജ്മെന്റിന് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് അവിടെ തന്നെ റിട്ടേൺ ചെയ്യിപ്പിക്കാൻ വേണ്ട ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. താഴെ അതാ മറ്റേ കൂടുതലും അതിനകത്ത് കണ്ട കാര്യങ്ങളൊക്കെയാണ്, കുറച്ചൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ആ മോളിൽ കൊടുത്ത കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അത് തന്നെയാണ് ഈ താഴെ വന്നിരിക്കുന്നത്. അതാണ് നമ്മളുടെ ഈ ഒരു ഡയഗ്രാം പോലെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. എല്ലാം അത് തന്നെയാണ് ഇവിടെ. എന്താണ് നമ്മളുടെ മാനേജേഴ്സിന് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാനും ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, ഒന്നാമത് റെക്കഗ്നേഷൻ. അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കുക. എന്തെങ്കിലും അവരുടെ ജോബിൽ അവർ കാണിക്കുന്ന എന്താ പറയാ പെർഫോമൻസിൽ എന്തെങ്കിലും നമ്മൾ കണ്ടാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതിൽ അപ്പുറം എന്തെങ്കിലും അവർ കണ്ടാൽ അതിനവർക്ക് അത് മനസ്സിലാക്കുക, കണ്ടെത്തുക, അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കുക. റെക്കഗ്നൈസിങ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയീസ് എന്താണോ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തത്, അവരുടെ ജോലി അവർ വ്യക്തിപരമായിട്ട് ചെയ്തതായിരിക്കാം, ഒരുമിച്ച് ചെയ്തതായിരിക്കാം, എന്താണോ അതൊക്കെ കണ്ടെത്തുക. അതനുസരിച്ച് അവരെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടി, സെൽഫ് കോൺഫിഡൻസ് അവരിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ബൂസ്റ്റ് ചെയ്യുക. അല്ലെ? നമുക്ക് ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ചെയ്തു, എനിക്ക് ആ ഒരു റെക്കഗ്നേഷൻ അംഗീകാരം നമ്മുടെ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടി. അങ്ങനെ എനിക്ക് കിട്ടുമ്പോ എന്ത് പറ്റും? ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. എന്നെ അവര് പരിഗണിച്ചു, എനിക്ക് ഒരു അംഗീകാരം അവർ തന്നില്ലേ എന്നൊരു ചിന്തന മനസ്സിലല്ലേ? തീർച്ചയായിട്ടും അതൊരു സെൽഫ് മോട്ടിവേഷൻ ആണ്. അതെന്നെ ബൂസ്റ്റപ്പ് ചെയ്യും. ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ എനിക്കൊരു ബൂസ്റ്റിംഗ് ആണത്. അല്ലേ? ആലോചിച്ചോക്കെ. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഓരോ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്നതും അതിന്റെ എക്സ്പ്ലനേഷനും ഇമ്പോർട്ടന്റ് ആണ്. റെക്കഗ്നേഷൻ എന്നാൽ recognizing employees' contribution and their work on individual grounds and boost up self-confidence in them. Underline ചെയ്തോ? അടുത്തത് remuneration and reward. ഇനി ആവശ്യത്തിന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവരുടെ സേവനങ്ങൾക്ക്, അവർ ചെയ്ത സാധാരണ സ്വാഭാവികമായിട്ടുള്ള അവരുടെ ജോലികൾക്കും അവർ എക്സ്ട്രാ ഓർഡിനറി ആയി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട അവരുടെ പ്രതിഫലം, റെമ്യൂണറേഷൻ, പ്രതിഫലം കൊടുക്കുക. ഇനി ആവശ്യത്തിന് എന്തെങ്കിലും സാലറി ഇൻക്രിമെന്റ് ഒക്കെ കൊടുക്കേണ്ട സമയമാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെ കൂടുതൽ ബെറ്റർ പെർഫോമൻസ് അവർ കാഴ്ചവെക്കുകയാണെങ്കിൽ അതിന് റിവാർഡ് കൊടുക്കുക. ഇതൊക്കെയാണ് അവരെ എന്ത് ചെയ്യാൻ പറ്റിയത്? മാനേജ്മെന്റിന് നമ്മുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും റിട്ടേൺ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം. ഏതാണത്? റിവാർഡ് ഓർ റെമ്യൂണറേഷൻ. ഇൻക്രീസിംഗ് പേ ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് ദ എംപ്ലോയീസ് അറ്റ് ദ റിവാർഡ് ഫോർ ദെയർ ബെറ്റർ പെർഫോമൻസ്. നല്ല പെർഫോമൻസിന് ഒന്നുകിൽ സാലറി ഇൻക്രിമെന്റോ അല്ലെങ്കിൽ റെമ്യൂണറേഷൻസോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അവരുടെ നല്ല പെർഫോമൻസിന് റിവാർഡുകൾ ഓഫർ ചെയ്യുക. ക്ലിയർ ആയോ? അത് മറ്റൊരു രീതിയാണ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ, റിട്ടേൺ ചെയ്യാൻ മാനേജ്മെന്റിന് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം റെക്കഗ്നേഷൻ, അംഗീകാരം. രണ്ടാമത്തെ കാര്യം അംഗീകാരം ഇങ്ങനെ കൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എങ്ങനെയാണ്? റിവാർഡ് ആൻഡ് റെമ്യൂണറേഷൻ രൂപത്തിലും
പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? മനസ്സിലായോ? ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ബാക്കി അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. ഇവിടെ വരെ വായിച്ചൊക്കെ നോക്കാം കേട്ടോ. ബൈ. ഓക്കെ ബൈ.